അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബഷീർ ഫൈസി ദേശമംഗലം. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രായം ചെന്ന ഒരു മുസ്ലിം ഉമ്മയുടെ ദൈന്യത കലർന്ന സംസാരമാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ പ്രതികരിക്കാൻ കാരണമായിട്ടുള്ളത്. ഞാൻ അവരാരാണ് എന്നറിഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. അതിവിടെ വിഷയവുമല്ല. അവർ പറഞ്ഞ സെൻസ് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആ വേദന അവരുടെ മാത്രം വേദനയല്ല, ഒരു വലിയ ഭൂരിപക്ഷം നമ്മുടെ സഹോദരിമാരുടെ മാനസികമായ ഒരു വിഷമമാണ് അവർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഉസ്താദെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ ഉസ്താദെ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എന്താ ഭർത്താവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഉസ്താദെ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഭർത്താവ് ആരാ? എന്താ ഇപ്പോഴത്തെ ഭർത്താവ്? ഉസ്താദ്, എല്ലാവരും ഈ ഭർത്താവിന് ഏത് ഭർത്താവിനെ ഉസ്താദെ നമ്മൾ അനുസരിക്കേണ്ടത്? ഭാര്യ ബെഡ്റൂമിൽ കയറിയാൽ പോലും അവരതുപോലും കണക്കിലെടുക്കാണ്ട് കണ്ട ലാപ്ടോപ്പിലും മൊബൈലിലെല്ലാം കണ്ട വൃത്തികേട് കണ്ടിരിക്കുന്ന ഭർത്താവിനെയോ? അതോ ഭർത്താവിന് പകൽ നമ്മൾ വിയർത്ത് കുളിച്ച് അടുക്കളയിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും, അവർ റൂം അടച്ചിരുന്ന് കണ്ട വേണ്ടാത്ത വൃത്തികേട് കണ്ട ആണിൻ്റെയും പെണ്ണിൻ്റെയും കാമകേളികൾ കണ്ട് നിർവൃതി അടിയുന്ന ഭർത്താവിനെയോ? ഏത് ഭർത്താവിനെയാ ഉസ്താദെ നമ്മൾ അനുസരിക്കേണ്ടത്? ഉസ്താദെ, നമ്മൾ അനുസരിച്ച് മതിയായി. പേടിച്ചിട്ട്, അതായത് അള്ളാഹിനെയും റസൂലിനെയും പേടിച്ചിട്ട് നമ്മൾ അനുസരിച്ച് മതിയായി. ഇനിയും ഇങ്ങനെ അനുസരിക്കണം വഴിപ്പെടണം എന്ന് പറഞ്ഞു. ഏത് ഭർത്താവിൻ്റെ അർത്ഥം ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ സ്പീച്ചൊന്നും ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. നമ്മൾ എല്ലാം പേടിച്ച് അള്ളാഹു, നമ്മളെ മക്കള്, നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കള്, നമ്മളെ വീട്, റബ്ബേ, അള്ളാഹു, നബിയെ എന്നും മറ്റും നമ്മൾ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ് ഉസ്താദെ. എന്നെപ്പോലെ കുറേ സ്ത്രീകളുണ്ട് എന്നെപ്പോലെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാം, എല്ലാവർക്കും ഇങ്ങനെ സ്പീച്ച് കേൾക്കുമ്പോൾ എല്ലാവരും തമ്മിൽ സങ്കടം പറയലുണ്ട്. ഇപ്പോൾ നമ്മളെ അയൽവക്കത്തുള്ളവരും ഇപ്പോഴത്തെ ഭർത്താക്കന്മാരെ ആരെയാ ഉസ്താദെ പറയാൻ കഴിയാൻ? എത്ര പ്രായമുള്ള ആളാണെങ്കിലും, എൻ്റെ ഭർത്താവിന് 70 വയസ്സ് കഴിഞ്ഞ്, ഇങ്ങനെ ഒരു ജീവി വീട്ടിലുണ്ട് എന്ന് അവർക്കൊരു ചിന്തയിൽ ഇങ്ങനെ ഒരു ജീവി ഉണ്ട് വീട്ടിൽ, നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്, നമ്മളെ വീട് നോക്കുന്നതാണ് എന്നൊരു ചിന്ത അവർക്കില്ല ഉസ്താദെ. ഇതിനെപ്പറ്റി ഒന്ന് ഉസ്താദ് പ്രസംഗിക്കണം. കാരണം വെറും ഭാര്യമാരെ കുറ്റം മാത്രം, വെറും സ്ത്രീകളെ ആദ്യം പറഞ്ഞ ഉസ്താദ്, രണ്ടാമത് പറഞ്ഞ ഉസ്താദ്, പിന്നെയും ആദ്യം പറഞ്ഞ പെണ്ണേ എന്ന് വിളിച്ചിട്ട്, ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവരും ഒരു ജീവിയല്ലേ ഉസ്താദെ? അവരും ഭാര്യയാണ്. ഒരു ഭർത്താവിന് എന്തെല്ലാം കടമയുണ്ട് ഭാര്യയോട്. വെറും ഭാര്യക്ക് മാത്രമേ കടമുള്ളൂ. ഭാര്യ അനുസരിക്കണം, ഭാര്യ ഭർത്താവിന് എല്ലാം ചെയ്തു കൊടുക്കണം, ഭാര്യ അങ്ങനെ ആക്കണം, ഭാര്യ ഇങ്ങനെ ആക്കണം. ഭർത്താവിന് ഒരു കടമയും ഇല്ലേ ഉസ്താദെ? ഇത് മാത്രമേ ഈ വാട്സപ്പിൽ വരുന്നുള്ളൂ. കാരണം ഒരു സ്ത്രീ ഒരു ഭാര്യയെ പറ്റിയും കുറച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരണ്ടേ? ഇതിങ്ങനെ പറയുന്നപ്പോൾ അവരെന്തെല്ലാം തോന്നിയാസം കാണിച്ചാലും ഇങ്ങനത്തെ ഒരു സ്പീച്ചൊക്കെ വരുന്നതിന് അത് പിടിച്ചു നിന്നിട്ടാണ് പറയുന്നത്. ഭാര്യക്കും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ജീവിയല്ലേ ഭാര്യ. ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിൻ്റെ പ്രൊട്ടക്റ്റ്, പിന്നെ ഭർത്താവിൻ്റെ ഒരു നല്ല നോട്ടം, ഭർത്താവിൻ്റെ ഒരു സ്പർശം, ഒരു തലോടൽ, ഇതെല്ലാം ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും കിട്ടാണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പട്ടിയെ പോലെ പണിയെടുക്കുക, എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങുക, പിന്നെ രാവിലെ എണീച്ച് അതുപോലെ തന്നെ. അവർക്കും ഉണ്ടാവില്ലേ ഭർത്താവിൻ്റെ ഒരു തലോടൽ, ഭർത്താവിൻ്റെ ഒരു സ്പർശനം, എല്ലാ ആഗ്രഹം അവർക്കും ഉണ്ടാവും. ഭർത്താവിൻ്റെ ഒരു നോട്ടം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു നല്ല സംസാരം. അവർക്ക് സംസാരിക്കാൻ നേരില്ല ഭാര്യനോട്. അവർ സംസാരിക്കുന്നത് തേച്ച് മൊബൈലിലോടാണ്. മൊബൈലിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ചിരിച്ച് ചാറ്റ് ചെയ്യാനൊക്കെ നല്ല ഉഷാറ്. മൊബൈലൊക്കെ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? റബ്ബിനെ പേടിക്കുന്നു. ഒരു സ്ത്രീ എപ്പോഴും നമ്മളെ ഖുർആൻ, നമ്മളെ നിസ്കാരം, അത് പേടിച്ചിട്ട് നമ്മളിരിക്കുന്നു. നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ ഭർത്താവിന് നമ്മളെ നോക്കാൻ സമയമില്ല, നമ്മളോട് രണ്ട് നല്ല വാക്ക് പറയാൻ സമയമില്ല, നമ്മളോടൊന്ന് ചിരിക്കാൻ സമയമില്ല.
നമ്മളെയും കുട്ടി ഒരുത്തിൽ പോകാൻ സമയമില്ല. ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ പൊരുത്താൻ നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ പൊരുത്താൻ ഇപ്പം ഞാൻ പറയുന്നത് ഭാര്യമാരെ പുറത്ത് ഇപ്പം ഭർത്താക്കന്മാർക്ക് വേണം. അത്ര അക്രമം ചെയ്യുന്നുണ്ട് ഇക്കാലത്തെ ഭർത്താക്കന്മാർ. ഭർത്താവിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ ഉസ്താദെ. ഈ പ്രസംഗത്തിലൊക്കെ അതും കൂടി പറയണം. എല്ലാ പ്രഭാഷണങ്ങളിലും സ്ത്രീകളെ ബേസ് കൊണ്ടാണ് നമ്മുടെ ദഅവത്തൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എപ്പോഴും ഭർത്താവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം, അവരെ അനുസരിക്കണം, എങ്കിലേ നിനക്ക് സ്വർഗം ലഭ്യമാകൂ എന്ന സംസാരമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. തീർച്ചയായും അത് സത്യം തന്നെയാണെങ്കിലും അതിൻ്റെ ഓപ്പോസിഷൻ, അതിൻ്റെ മറുപക്ഷം നമ്മൾ ഒരിക്കലും സംസാരിക്കുന്നില്ല എന്നത് നമ്മുടെ ദഅവത്തിൻ്റെ രീതിശാസ്ത്രത്തെ മാറ്റണം എന്നതിലേക്ക് ആ ഉമ്മയുടെ വളരെ സങ്കടം കലർന്ന സംസാരം നമുക്ക് സൂചന നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ പാഠം നൽകുന്നുണ്ട്. ഇസ്ലാം ദാമ്പത്യ ജീവിതത്തെ നോക്കിക്കാണുന്നത്, ഖുർആൻ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കുന്നത് അമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലി തസ്കുനു ഇലൈഹ, നിങ്ങളുടെ ഇണകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യ ഭർത്താവിനെ സമീപിക്കുമ്പോൾ തിരിച്ചും ഒരു റിലാക്സേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു പ്രണയവും കാരുണ്യവും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്നതാണ്. നോക്കൂ, ഞാൻ ഭാര്യ എന്ന് പ്രയോഗിച്ചത് പിൻവലിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പ്രയോഗിച്ചത് പിൻവലിക്കുകയാണ്. ഭാര്യ ഭർത്താവ് എന്നത് രണ്ട് സംസ്കൃത പദങ്ങളാണ്. ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടുന്നവൾ. അത്തരമൊരു കോൺസെപ്റ്റ് ഇസ്ലാം എവിടെയും മുന്നോട്ട് വച്ചിട്ടില്ല. ഇസ്ലാം ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് സൗജൈൻ എന്ന ആർദ്ര മനോഹരമായ ഒരു വാചക ഘടനയാണ്. ഇണകൾ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇണകൾ, സൗജൈൻ, ഇണകൾ. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയേണ്ട ആളുകളാണ് ഈ ഇണകളായ ദമ്പതികൾ. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടേറെ ബാധ്യതകൾ ഉണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് തൻ്റെ ഇണയോടുള്ള ബാധ്യതകളെക്കുറിച്ച് മാത്രമാണ് കൂടുതലായി സംസാരിക്കുന്നത്. വളരെ അപൂർവമായി ഇല്ല എന്നൊന്നുമല്ല, പക്ഷെ കൂടുതലായി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രഭാഷണ രീതികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു വല്ലാത്ത വേദനയിൽ നിന്നാണ് ഉമ്മ അത്രയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്, ഞാൻ വീണ്ടും ഭർത്താവ് എന്ന് പറയുന്നതിൽ അങ്ങനെ പറഞ്ഞ് പരിചയിച്ചത് കൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കുകയാണ്. ഭർത്താവിന് ഭാര്യയോട് വലിയ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട്. നോക്കൂ, നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു ഒരുമിച്ച് കൂട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിന് ആരംഭിക്കുന്നത് മുതൽ തന്നെ ഭാര്യയെ പ്രണയിക്കുകയും കരുണ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു 50 വയസ്സ് വരെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് മക്കളോ പേരക്കുട്ടികളോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ ശാരീരിക ബന്ധം പോലും കുറ്റകരമാണ് എന്ന രീതിയിലുള്ള പെരുമാറ്റ രീതിയാണ് നമ്മുടെ ദമ്പതികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ സെക്സിനോട് പോലും താല്പര്യം കാണിക്കാറില്ല. ആ ഉമ്മയുടെ വർത്തമാനത്തിൽ അവരുടെ ഭർത്താവ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഇസ്ലാം കരുണയെക്കുറിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്, പ്രണയം ഒരുപക്ഷെ ശാരീരികമായ സൗന്ദര്യവും ആരോഗ്യവും ഉള്ള ഒരു സമയത്ത് മാത്രം സംഭവിക്കുന്നതാണെങ്കിൽ, കരുണ എന്ന് പറയുന്നത് പ്രായാധിക്യത്തിൻ്റെ അവസാന അവശതയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കേണ്ടവരാണ്. ആ കരുണയുടെ ഭാഗം കൂടിയാണ് ഒരുപക്ഷെ ശാരീരികമായ ഏറ്റവും വലിയ സുഖം ലഭ്യമല്ലെങ്കിൽ പോലും അവരോട് കരുണ കാണിക്കേണ്ടതാണ്. മരണം വരെ അവർ ദാമ്പത്യ ബന്ധത്തിൽ ശാരീരികമായ വീഴ്ചയിൽ ഏർപ്പെടേണ്ടതാണ്. ഇത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചെയ്യേണ്ട വലിയ ഒരു ബാധ്യതയാണ്. അതിനു പകരം അത് നൽകാതെ ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല. നോക്കൂ, നമ്മുടെ സഹോദരിമാർ
അനുഭവിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? സുബഹി മുതൽ അവർ അടുക്കളയിലാണ്. ഭർത്താവിന് ബെഡ് കോഫി കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം. പിന്നെ ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും അവർക്ക് നാസ്ത തയ്യാറാക്കി കൊടുക്കണം, അതിൻ്റെ പാത്രം കഴുകണം. പിന്നെ അപ്പോഴത്തേക്കും മത്സ്യം വന്നു, അത് വെട്ടിമുറിക്കണം, പച്ചക്കറി അരിയണം, കറി ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം. ഉച്ചയ്ക്ക് ഒരു 2-3 മണി വരെ അതിൻ്റെ തിരക്കിലായി. പിന്നെ ആ പാത്രങ്ങൾ കഴുകണം. അപ്പോഴും അസറാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് പിള്ളേർ തിരിച്ചു വന്നു, അവർക്ക് ചായയും നട്ട്സും തയ്യാറാക്കി കൊടുക്കണം. ഇങ്ങനെ പിന്നെ രാത്രിക്കുള്ള ആ സാധനങ്ങൾ തയ്യാറാക്കണം. ഒരു യന്ത്രത്തെ പോലെ നമ്മുടെ സ്ത്രീകൾ അടുക്കളയിൽ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഗണനയുടെ നല്ല വാക്കുപോലും ഭർത്താവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായിട്ടുണ്ട് എന്ന ഒരു വാക്ക്, കാണുമ്പോഴുള്ള ആർദ്രമായ ഒരു ചിരി, ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ചുംബനം, ഒഴിവ് സമയങ്ങളിലെല്ലാം സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിച്ചിരിക്കുക, ഇതൊക്കെ വലിയ അർത്ഥത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിന് വിരുന്നു പോവുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത എന്ന് മനസ്സിലാക്കി പ്രവാചക ഹദീസുകളെ കൂട്ടുപിടിച്ച് ഭാര്യ എപ്പോഴും ഭർത്താവിന് കീഴ്പ്പെട്ടു ജീവിക്കണമെന്ന ഹദീസുകളെ നിരന്തരമായി പ്രഘോഷണം ചെയ്ത് ഒരുതരം അടിമകളാക്കി അവരുടെ തന്നെ ഉപബോധ മനസ്സിൽ നമ്മൾ സേവ് ചെയ്യിപ്പിക്കുകയാണ് ഇതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ ബാധ്യതകളെക്കുറിച്ച് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉമ്മയോട് പറയാനുള്ള ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇസ്ലാമിക കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നത് അത് അവരുടെ പെരുമാറ്റ രീതിയുടെയും അവരുടെ കൾച്ചറിനെയും അനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ഭർത്താവ് മതവിധികളെ പാലിക്കുന്നില്ല, അവരുടെ വോയിസിലുള്ളതുപോലെ മതവിധികളെ പാലിക്കുന്നില്ല, തീർത്തും തെറ്റായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ, എല്ലാം സഹിച്ചും കണ്ടും അടിമയായി ഒരു കീഴാളിയായി അവിടെ ജീവിക്കണമെന്നൊന്നും ഇല്ല. അവർക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അവസരം, അങ്ങനെ വിവാഹമോചനത്തിലുള്ള അവസരം ഒരിക്കലും തുടർന്നു പോകാൻ കഴിയില്ല എന്ന് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ആ സഹോദരിയുടെ, ആ ഉമ്മയുടെ, പേരക്കുട്ടികളുള്ള ആ ഉമ്മയുടെ ശബ്ദത്തിൽ പറയുന്നത് മുഴുവൻ പുരുഷന്മാരായ നമ്മെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അയാളുടെ പത്നി അയാളിൽ റാഹത്താണോ, സന്തോഷവതിയാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാണ്. തൻ്റെ പത്നിയിൽ ഇയാൾ തൃപ്തനല്ലെങ്കിൽ അള്ളാഹു പോലും അയാൾ തൃപ്തിപ്പെടില്ല എന്നതാണ്. നിസ്കരിക്കുന്നു, ആരാധനകൾ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഇതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. തൻ്റെ ഇണയോട് ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ സ്വർഗപ്രവേശനത്തിന് അർഹനാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. മരണത്തിൻ്റെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ പ്രണയവും കരുണയും ചൊരിഞ്ഞു കൊടുക്കേണ്ടവരാണ് എന്നതാണ്. പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ഒരു സംഭവം പോലും ക്ഷമിക്കാനും സഹിക്കാനും നമ്മുടെ പുരുഷാധിപത്യമുള്ള ഒരു മനോഭാവ ഘടനയുള്ള സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നത് അത് ഇസ്ലാമിൻ്റെയോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരിഗണന എന്താണോ എന്ന് നോക്കിയിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെയും നാച്ചുറാലിറ്റിയുടെയും ഒക്കെ കാര്യങ്ങളാണ്. ഇവിടെ അവർ രണ്ടുപേരും ശരിക്കും കുറ്റക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള പ്രഭാഷണങ്ങളിൽ ദൈർഘ്യമായ ഒരു കാലഘട്ടം മുഴുവൻ സ്ത്രീകളെ മാത്രം അഭിസംബോധന ചെയ്യുന്ന രീതിയെ മാറ്റി ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ട്യൂണിലേക്ക് നമ്മുടെ പ്രൊപ്പഗേഷൻ മാറിയിട്ടില്ലെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട ശബ്ദമാകില്ല. എല്ലാ സ്ത്രീജനങ്ങളും ഒന്നിച്ചു ശബ്ദമുയർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് ബന്ധപ്പെട്ടവരൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട ഉമ്മയോടും പറയാൻ മടിച്ച് മനസ്സിൽ ഉള്ളിലൊതുക്കി കരയുന്ന എല്ലാ സഹോദരിമാരോടും പറയാനുള്ളത്,
ഇസ്ലാം അങ്ങനെ ഒരു പുരുഷാധിപത്യ മനോഭാവ ഘടനയുള്ള മതമൊന്നുമല്ല. അർറിജാല് ഖവ്വാമൂന അലന്നിസാ എന്ന വചനമുണ്ടെങ്കിലും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എന്താണ്? സ്ത്രീയെ സേഫ് ചെയ്യേണ്ടത്, സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അവളെ ജോലിക്ക് പോകാൻ കഴിയാത്ത ആളാണെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, അവൾക്ക് വസ്ത്രം കൊടുക്കേണ്ടത്, സുരക്ഷ കൊടുക്കേണ്ടത്, സ്നേഹം കൊടുക്കേണ്ടത്, പരിഗണന കൊടുക്കേണ്ടത്, സ്ത്രൈണ രൂപമുള്ള ശരീരഘടനയുള്ള ഒരു സഹോദരിയെ കഠിനമായി ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത്, ഈ ഉത്തരവാദിത്തങ്ങൾ പുരുഷനുള്ളതാണ്. അല്ലാതെ പുരുഷൻ വീട്ടിലിരിക്കുകയും സ്ത്രീ ഇതൊക്കെ ചെയ്യുകയും ചെയ്യണം എന്ന അർത്ഥത്തിലല്ല എന്ന ഒരു അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പുരുഷാധിപത്യം ആണ് എന്നല്ല. കാരണം സൗജൈൻ എന്ന ഘടനയാണ്, പദഘടനയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇണകൾ എന്ന വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലൈഫ് ഷെയർ ചെയ്യേണ്ടവരാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വൃത്തി വെച്ച് തരികയാണ്. പ്രവാചകൻ പള്ളിയിൽ നിന്ന് ഒരു ദിവസം നിശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി വൈകി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന പുണ്യനബിയുടെ പത്നി പത്തിരിക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷീണത്തിൽ അവർ ഉറങ്ങിപ്പോയി. മാവ് പ്ലേറ്റിലാണ്, പാത്രത്തിലാണ്. അവരുടെ കൈകളിൽ മാവ് കുഴഞ്ഞിരിക്കുന്നുണ്ട്. തൂങ്ങി ഉറങ്ങിപ്പോയി. പ്രവാചകർ വന്ന് കാണുമ്പോൾ തൻ്റെ പത്നി ഉറങ്ങുകയാണ്. പുരുഷാധിപത്യ മനോഭാവ ഘടനയുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഒരു മുസ്ലിം ഭർത്താവാണെങ്കിൽ വലിയ ശബ്ദത്തിൽ ഒച്ച വെച്ച് വേണമെങ്കിൽ അവരെ തല്ലി, എനിക്ക് നീ ഭക്ഷണം തയ്യാറായി ചെയ്ത് തന്നിട്ടില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തി ഒരുപക്ഷെ തലാക്ക് ചെല്ലാൻ വരെ കാരണമാകുന്ന ഒരു മാനസിക സമീപനമാണെങ്കിൽ അവിടെ നമ്മുടെ റോൾ മോഡലായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ആർദ്ര മനോഹരമായ ഒരു രീതിയെ നാം പകർത്തേണ്ടതുണ്ട്. പ്രവാചകർ അവിടെ ഇരുന്നു. തൻ്റെ പത്നിയുടെ കൈകളിൽ നിന്നും മൃദുവായി അവരറിയാതെ പത്തിരിപ്പൊടി എടുത്തു, മാവ് വലിച്ചെടുത്തു. ശബ്ദമുണ്ടാക്കാതെ പ്രവാചകർ പത്തിരി പരത്തി, എന്നിട്ടത് ചുട്ടെടുത്തു. ആവി പറക്കുന്ന പത്തിരി തയ്യാറായപ്പോൾ തൻ്റെ പത്നിയെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ കഴിച്ചോളൂ ആയിഷ. ആയിഷ ബീവി ഞെട്ടിപ്പോയി. എന്തു സംഭവിച്ചു എന്നറിയാതെ, പ്രവാചക അങ്ങനെയൊക്കെ എന്നെ വിളിക്കാമായിരുന്നില്ലേ, നിങ്ങൾ എന്തിനാ പത്തിരി ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, ആയിഷ നീയല്ലേ എന്നും എനിക്കുണ്ടാക്കി തരാറുള്ളത്, എന്താ ഞാൻ ഉണ്ടാക്കിയാൽ എന്ന് തിരിച്ചു ചോദിക്കുന്ന മവദ്ദത്തും വറഹ്മ, കരുണയുടെയും പ്രണയത്തിൻ്റെയും ആർദ്രഭാവമാണ് ഭർത്താവ്. അതാണ് ഇസ്ലാമിക ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹരിതയെങ്കിൽ ആരെങ്കിലും അത് പാലിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം മാത്രമാണ്. അത് ഇസ്ലാമിക ശരീഅത്തുൽ ഇസ്ലാമിൻ്റെയോ ഹദീസിൻ്റെയോ ഖുർആനിൻ്റെയോ ഒരു വൈരുദ്ധ്യമല്ല എന്ന് ആ ഉമ്മയും ആ വോയിസ് കേട്ട എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവസാനമായി പറയാനുള്ള ഒരു കാര്യം, 3 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ദഅവത്തിൻ്റെ രീതിശാസ്ത്രത്തെ മാറ്റണം. രണ്ടാമത്, ഇസ്ലാം അങ്ങനെയല്ല, പുരുഷാധിപത്യത്തിൻ്റെ ഒരു ദാമ്പത്യ ഘടനയല്ല പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, വളരെ ഗൗരവതരമായി ഭർത്താക്കന്മാർ അറിയേണ്ടത്, തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കണ്ണുനീരിന് നമ്മൾ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. ആരാണ് റാളിയായി തൃപ്തിപ്പെട്ട് ഭാര്യയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരാൾ മരിച്ചു പോകുന്നത്, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുടെ കടമയെക്കുറിച്ച് ഇതിൽ പറയാത്തത് അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹം കൊടുക്കാനുള്ള, അത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വസ്ത്രമായും എല്ലാ അർത്ഥത്തിലും സ്നേഹം കൊടുക്കുമ്പോൾ മാത്രമാണ് ഭർത്താവ് എന്ന ഇസ്ലാമിക പരിഗണനയിൽ അവന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ആ ഉമ്മയെപ്പോലെ വേദന അനുഭവിച്ച് ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് കരയുന്ന എല്ലാവർക്കും അല്ലാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.